പ്രിയപ്പെട്ട കാസർഗോട്ടുകാരെ, ഒരു യൂട്യൂബ് ചാനൽ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ ചാനലിൻ്റെ ഉദ്ദേശം ഒന്ന് മാത്രമേ ഉള്ളൂ, കാസർഗോഡ് ജില്ലയുടെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് മാത്രമാണ്. അപ്പോൾ ഈ വികസനം എന്ന് പറയുമ്പോൾ കാസർഗോഡ് ഒരു റോഡ് ഉണ്ടാവുന്നുണ്ട്, കുറച്ച് ലൈറ്റ് വെക്കുന്നുണ്ട്, അതുപോലെ തന്നെ കാസർഗോഡ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വികസനമാണോ എന്ന് ചോദിച്ചാൽ വികസനമാണ്. പക്ഷെ കാലത്തിനനുസരിച്ചുള്ള വികസനമല്ല എന്നതാണ് ഈ ഒരു കാര്യത്തിൽ നിങ്ങളെ അറിയിക്കാനുള്ളത്. അപ്പോൾ വികസനം എന്നത് ഒരിക്കലും റോഡോ ലൈറ്റോ അല്ല. വികസനം എന്നത് പദ്ധതികളാണ്. എന്ത് തരം പദ്ധതികളാണ് കാസർഗോട്ടേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്? ആ പദ്ധതികൾ ഇവിടെ വിജയിച്ചു കഴിഞ്ഞാൽ അത് വികസനം എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ കുറേ റോഡും കുറേ ലൈറ്റും കുറേ തോടും ഉണ്ടാക്കിയുകൊണ്ട് ഒരിക്കലും വികസനമാവില്ല. അതുകൊണ്ട് കാസർഗോഡ് എന്ന മണ്ണ് ഈ പദ്ധതി എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഇവിടെ വന്നിട്ടില്ല. അതുകൊണ്ട് ആരാണ് അതിൻ്റെ തെറ്റുകാർ? ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ്. ഈ രാഷ്ട്രീയക്കാർ ഇവിടെ ഉറങ്ങുകയാണ്. ഇവിടുത്തെ MLA ആയിക്കഴിഞ്ഞാലും, ഇവിടുത്തെ പഞ്ചായത്ത് ആയിക്കഴിഞ്ഞാലും, ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് ആയിക്കഴിഞ്ഞാലും, കാസർഗോഡ് ജില്ലയുടെ ആരായിക്കഴിഞ്ഞാലും രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ കാസർഗോഡ് ജില്ലയുടെ ഭരണം കയ്യേറുന്ന ആരും തന്നെ കാസർഗോഡ് ജില്ലയുടെ വികസനത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയാം. കാരണം ഇവിടെ റോഡ് ഉണ്ടാക്കലല്ല വികസനം എന്ന് ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. പല കാര്യത്തിലും കാസർഗോഡ് ജില്ല മുന്നേറാറുണ്ട്. അതിന് ഈ ഒരു യൂട്യൂബ് ചാനൽ, അഥവാ ഈ ചാനലിൻ്റെ പേര് കേരള മിറർ എന്നാണ്, കേരളത്തിൻ്റെ കണ്ണാടി. അത് കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് ആ കണ്ണാടിൻ്റെ തുടക്കം. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരുടെയും സഹായ സഹകരണം ഈ ഒരു ചാനലിൽ ഉണ്ടാകണം. നമ്മൾക്ക് ചർച്ച ചെയ്യണം. കാസർഗോഡിൻ്റെ ഇല്ലായ്മയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാവണം. അതാണ് ഈ ചാനൽ തുടങ്ങാൻ കാരണം. അതുകൊണ്ട് കാസർഗോഡ് ജില്ലയിലെ ഒരു പരീക്ഷണ വസ്തുവാക്കി മാറ്റുന്നുള്ള ഇവിടുത്തെ ഉദ്യോഗസ്ഥരെയും ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റിനെയും ഇവിടുത്തെ രാഷ്ട്രീയക്കാരെയും നമ്മളൊക്കെ ജനങ്ങൾ അറിയണം. ആ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നുള്ള ഒരു ചാനലാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നുള്ള ഈ ചാനൽ. അതുകൊണ്ട് നിങ്ങളുടെ പൂർണ്ണ സഹകരണം ഈ ഒരു ചാനൽ ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.